ഹായ്, ഈ വീഡിയോ സെഷനിൽ ഞങ്ങൾ എർത്ത് ടെസ്റ്ററിനെ കുറിച്ച് ചർച്ച ചെയ്യും. ലക്ഷ്യം: ഈ വീഡിയോയുടെ അവസാനം ഒരു എർത്ത് ടെസ്റ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഭൂമിയുടെ പ്രതിരോധം അളക്കാൻ കഴിയും. എന്താണ് ഭൂമി പ്രതിരോധം? ഭൂമി പ്രതിരോധമാണ് പ്രതിരോധം അനന്തമായ ഭൂമിക്കും ഭൂമിയിലെ ഇലക്ട്രോഡിനും ഇടയിൽ അളക്കുന്ന മൂല്യം. ഭൂമി പ്രതിരോധം അളക്കേണ്ടത് എന്തുകൊണ്ട്? ഒരു വൈദ്യുത സംവിധാനത്തിൽ ഒരു തകരാറല്ലെങ്കിൽ ലീക്കേജ് കറന്റ് സംഭവിക്കുമ്പോഴെല്ലാം അത് മനുഷ്യരുടെയും മറ്റ് ഉപകരണങ്ങളുടെയും സംരക്ഷണത്തിനായി നിലത്തേക്ക് കൊണ്ടുപോകുന്നു. കറന്റ് നിലത്തേക്ക് എളുപ്പത്തിൽ ഒഴുകാൻ ഭൂമിയുടെ പ്രതിരോധം കുറഞ്ഞത് നിലനിർത്തണം. കൂടാതെ ഭൂമിയുടെ പ്രതിരോധം കുറവാണോ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കേണ്ടതുണ്ട്. ഭൂമിയുടെ പ്രതിരോധം നിർദ്ദിഷ്ട പരിധിക്ക് മുകളിലാണെങ്കിൽ ലീക്കേജ് കറന്റ് അല്ലെങ്കിൽ ഫാൾട്ട് കറന്റ് ഭൂമിയിലേക്ക് ഒഴുകുന്നത് ബുദ്ധിമുട്ടാണ്. അവിടെ അത് മനുഷ്യർക്കും ഉപകരണങ്ങൾക്കും വൈദ്യുത അപകടങ്ങൾക്കും കാരണമാകും. വൈദ്യുത ഉപകരണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയെ അവരുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന ചോർച്ചയിൽ നിന്ന് എർത്തിങ് സംരക്ഷിക്കുന്നു. പവർ സിസ്റ്റത്തിന്റെ എല്ലാ ഉപകരണങ്ങളും എർത്ത് പൊട്ടൻഷ്യലിൽ നിലനിർത്തുന്നതിലൂടെ മിന്നൽ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി മൂലമുള്ള അപ്രതീക്ഷിത വൈദ്യുത ചാർജുകൾ എർത്തിങ് വഴി ഭൂമിയിലേക്ക് വ്യാപിക്കുകയും അങ്ങനെ സിസ്റ്റത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഏതെങ്കിലും ഇലക്ട്രിക്കൽ ഉപകരണം എർത്ത് ചെയ്യുന്നതിന് മുൻപ് ഭൂമിയുടെ പ്രതിരോധം അറിയേണ്ടത് പ്രധാനമാണ്. ഭൂമിയുടെ പ്രതിരോധം നിർണ്ണയിക്കുന്നത് ഒരു എർത്ത് ടെസ്റ്ററിന്റെ സഹായത്തോടെ നടത്താം. ഭൂമിയുടെ പ്രതിരോധം നിർദ്ദിഷ്ട പരിധിക്കുള്ളിൽ അല്ലെങ്കിൽ പ്രതിരോധം കുറയ്ക്കുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണം. ഭൂമി പ്രതിരോധത്തിന്റെ മൂല്യം എന്തായിരിക്കണം? അനുയോജ്യമായ ഭൂമി പ്രതിരോധം 0 എന്ന് കരുതപ്പെടുന്നു. ഇതൊരു തെറ്റായ വൈദ്യുതധാരയെ ഭൂമിയിലേക്ക് വേഗത്തിലൊഴുകാൻ അനുവദിക്കുന്നു. എന്നിരുന്നാലും ഇത് അസാധ്യമാണ്. വിവിധ സ്ഥലങ്ങൾക്ക് വ്യത്യസ്ത ഭൂമി പ്രതിരോധ മൂല്യങ്ങളുണ്ട്. ഇന്ത്യൻ മാനദണ്ഡങ്ങൾ അനുസരിച്ച് എർത്തിങ് മൂല്യം വിവിധ മാനദണ്ഡങ്ങൾക്ക് സഹിക്കാവുന്ന പ്രതിരോധ മൂല്യം നൽകുന്നു. ഇത് മണ്ണിന്റെ പ്രതിരോധ ശേഷിയെ ആശ്രയിച്ചിരിക്കുന്നു. എർത്തിങ് പ്രതിരോധത്തിന് ഇത്രയും കുറഞ്ഞ മൂല്യം കൈവരിക്കുന്നതിന് ധാരാളം പണം ചിലവാകും. കൂടാതെ കാര്യക്ഷമമായ ഒരു എർത്തിങ് സംവിധാനം ആവശ്യമാണ്. അതിനാൽ പ്രായോഗിക ആവശ്യങ്ങൾക്കായി 1 ഓമിന്റെ നാമമാത്രമായ മൂല്യം തിരഞ്ഞെടുത്തു. ഭൂമിയുടെ പ്രതിരോധം 0-നും 5-നും ഇടയിൽ നിലനിർത്തണം. 10 ഓം വരെ സ്വീകരിക്കാമായിരിക്കും. 10 ഓമിൽ കൂടുതൽ നല്ലതല്ല. അത് സാധാരണ മൂല്യങ്ങളിലേക്ക് കുറയ്ക്കാൻ ഉടനടി നടപടികൾ കൈക്കൊള്ളണം. ഭൂമിയുടെ പ്രതിരോധം എങ്ങനെയാണ് അളക്കുന്നത്? ഭൂമിയുടെ പ്രതിരോധം അളക്കാൻ വ്യത്യസ്ത രീതികളുണ്ട്. എന്നാൽ ഭൂമിയുടെ പ്രതിരോധം അളക്കുന്നതിനുള്ള ഏറ്റവും സാധാരണവും നേരിട്ടുള്ളതുമായ രീതി എർത്ത് ടെസ്റ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചാണ്. ഓമിന്റെ നിയമതത്വങ്ങൾ R=V/I ഉപയോഗിച്ച് എർത്ത് ടെസ്റ്റർ ഭൂമിയുടെ പ്രതിരോധം അളക്കുന്നു. ഡയറക്ട് റീഡിംഗ് ഒമ്മീറ്ററും 500 വോൾട്ട് ടെസ്റ്റിംഗ് വോൾട്ടേജ് നൽകുന്ന ഒരു ചെറിയ കൈകൊണ്ട് ഓടിക്കുന്ന ജനറേറ്ററും ചേർന്നതാണ് എർത്ത് ടെസ്റ്റർ. ഇതിന് ഇലക്ട്രോഡുകൾ ഉപയോഗിച്ച് ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥയുണ്ട്. എർത്ത് ടെസ്റ്ററിലെ DC ജനറേറ്റർ ഹാൻഡിൽ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുമ്പോൾ അത് ഇലക്ട്രോമോട്ടീവ് ഉൽപ്പാദിപ്പിക്കും. ബലം അല്ലെങ്കിൽ വോൾട്ടേജ് അത് എർത്ത് വടിയിലൂടെ ഭൂമിയിലേക്ക് വൈദ്യുത പ്രവാഹത്തിന് കാരണമാകും. വോൾട്ടേജിന്റെ അളവാണ്. ഓമിന്റെ നിയമങ്ങൾ അനുസരിച്ച് നിലവിലെ മൂല്യം കൊണ്ട് ഹരിച്ചാൽ R=V/I കണക്കാക്കിയ പ്രതിരോധ മൂല്യം എർത്ത് ടെസ്റ്ററിൽ പ്രദർശിപ്പിക്കുന്നു. ഇക്കാലത്ത് കൈകൾ കൊണ്ട് പ്രവർത്തിക്കുന്ന DC ജനറേറ്ററിന് പകരം ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. ഒരു ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് ഭൂമിയുടെ പ്രതിരോധം അളക്കാൻ കഴിയും. ഭൂമിയുടെ പ്രതിരോധം അളക്കുന്നതിന് 3 തരം രീതികളുണ്ട്. 1. 4 പോയിന്റ് രീതി. 2. 3 പോയിന്റ് രീതി. 3. 2 പോയിന്റ് രീതി. നമുക്ക് 4 പോയിന്റ് രീതി ചർച്ച ചെയ്യാം. ഈ രീതിക്ക് 4 ടെർമിനലുകളുള്ള ഒരു എർത്ത് ടെസ്റ്ററിന്റെ ഉപയോഗം ആവശ്യമാണ്. P1, P2, C1, C2.
P1 and P2 ഒരു മർദ്ദം അല്ലെങ്കിൽ വോൾട്ടേജ് കോയിലിനെ സൂചിപ്പിക്കുന്നു. കൂടാതെ C1, C2 വോൾട്ടേജും കറണ്ട് അളക്കുന്നതിനുള്ള കറണ്ട് കോയിലിനെ സൂചിപ്പിക്കുന്നു. എയർ ടെസ്റ്ററിനോടൊപ്പം 3 ഇരുമ്പ് ദണ്ഡും ആവശ്യമാണ്. വടിയുടെ നീളം 2 അടി, 12 mm വ്യാസം, 10 മീറ്റർ PVC ഇൻസുലേറ്റഡ് ചെമ്പ് വയറുകൾ, ചുറ്റിക, അളക്കുന്ന ടേപ്പ്. പ്രതിരോധം അളക്കേണ്ട വൈദ്യുത സംവിധാനത്തിൽ നിന്ന് എർത്തിങ് ഇലക്ട്രോഡ് വേർതിരിച്ചെടുക്കുക. ഓരോ ഇലക്ട്രോഡും 6 മുതൽ 12 ഇഞ്ച് വരെ ഒരേ ആഴത്തിലും പരസ്പരം തുല്യ അകലത്തിലും മണ്ണിലേക്ക് ഒഴിക്കുക. എർത്ത് ഇലക്ട്രോഡുകൾ തമ്മിലുള്ള ദൂരം ഭൂമിയിലെ ഇലക്ട്രോഡുകളുടെ ആഴത്തേക്കാൾ 20 മടങ്ങ് കൂടുതലായിരിക്കണം. ഉദാഹരണത്തിന്, ഓരോ എർത്ത് ഇലക്ട്രോഡിന്റെയും ആഴം 1 അടി ആണെങ്കിൽ ഇലക്ട്രോഡുകൾ തമ്മിലുള്ള ദൂരം 20 അടിയിൽ കൂടുതലാണ്. എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്ററിന്റെ നിലവിലെ ടെർമിനലുകൾ C1, C2 എന്നിങ്ങനെയും സാധ്യതയുള്ള കേന്ദ്രങ്ങൾ P1, P2 എന്നിങ്ങനെയും അടയാളപ്പെടുത്തുക. 4 വയറുകൾക്കും 5 മീറ്റർ വീതം ഒരേ നീളമുണ്ടായിരിക്കണം. 1 ഇഞ്ച് വയറുകളുടെ അറ്റത്തുള്ള ഇൻസുലേഷൻ നീക്കം ചെയ്യുക. എർത്ത് ടെസ്റ്ററിലെ 4 ടെർമിനലുകൾ C1, C2, P1, P2 എന്നിവയ്ക്കിടയിലുള്ള 4 വയറുകളും C1, P1, P2, C2 എന്ന ക്രമത്തിലുള്ള 4 എർത്ത് വടികളും തമ്മിൽ ബന്ധിപ്പിക്കുക. സാധാരണയായി ടെർമിനൽ C1 അത് എർത്തിങ് ഇലക്ട്രോഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അതിന്റെ പ്രതിരോധം അളക്കേണ്ടതുണ്ട്. പ്രതിരോധം പരിശോധിക്കാൻ എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്ററിൽ ആരംഭിക്കുക അമർത്തുക. പ്രതിരോധത്തിന്റെ കുറഞ്ഞത് 6 മൂല്യങ്ങളെങ്കിലും രേഖപ്പെടുത്തുക. അളക്കുന്ന പ്രതിരോധത്തിന്റെ കൃത്യമായ മൂല്യമായ ശരാശരി എടുക്കുക. ഭൂമി പ്രതിരോധത്തിന്റെ 3 പോയിന്റ് രീതി നമുക്ക് ചർച്ച ചെയ്യാം. 3 പോയിന്റ് രീതിയെ വീഴ്ച സാധ്യതയുള്ള രീതിയെന്നും വിളിക്കുന്നു. ഭൂമിയുടെ പ്രതിരോധം അളക്കുന്നതിനുള്ള ഏറ്റവും സാധാരണമായ മാർഗമാണ് 3 പോയിന്റ് രീതി, അല്ലെങ്കിൽ വീഴ്ച സാധ്യതയുള്ള രീതി. എന്നാൽ ഈ വലിയ ഇലക്ട്രോഡ് സംവിധാനങ്ങൾ അളക്കാൻ ഉപയോഗിക്കുമ്പോൾ ഇതിന് പ്രത്യേക നടപടിക്രമങ്ങൾ ആവശ്യമാണ്. ഈ രീതി ഉപയോഗിച്ച് ഭൂമിയുടെ പ്രതിരോധം അളക്കാൻ 4 ടെർമിനലുകൾ C1, C2, P1, P2 എന്നിവയുടെ ഒരു എർത്ത് ടെസ്റ്റർ ആവശ്യമാണ്. 3 ഇൻസുലേറ്റഡ് കോപ്പർ PVC വയറുകൾ, ഒരു ചുറ്റിക, 3 ഇലക്ട്രോഡുകൾ, അളക്കുന്ന ടേപ്പ്. പ്രതിരോധം അളക്കേണ്ട വൈദ്യുത സംവിധാനത്തിൽ നിന്ന് എർത്തിങ് ഇലക്ട്രോഡ് വേർതിരിച്ചെടുക്കുക. എർത്ത് ടെസ്റ്ററിൽ ഒരു ജമ്പർ വയർ ഉപയോഗിച്ച് ടെർമിനലുകൾ P1, C1 എന്നിവയ്ക്കിടയിൽ ഒരു ഷോർട്ട് ഉണ്ടാക്കുക. നിലവിലെ ടെർമിനൽ C1ലേക്ക് അളക്കേണ്ട എർത്തിങ് ഇലക്ട്രോഡുകൾ ബന്ധിപ്പിക്കുക. ഇൻസുലേറ്റഡ് വയറുകൾ ഉപയോഗിച്ച് P2, C2 ടെർമിനലുകൾ ഉപയോഗിച്ച് മറ്റ് 2 തണ്ടുകൾ ബന്ധിപ്പിക്കുക. ഇപ്പോൾ C2 റഫറൻസ് വടി പരീക്ഷണത്തിന് കീഴിലുള്ള ഇലക്ട്രോഡ് C1ൽ നിന്ന് കഴിയുന്നത്ര അകലെ ഭൂമിയിലേക്ക് നയിക്കപ്പെടുന്നു. പൊട്ടൻഷ്യൽ റഫറൻസ് P2 പിന്നീട് ഒരു നിശ്ചിത എണ്ണം പോയിന്റുകളിൽ ഭൂമിയിലേക്ക് നയിക്കപ്പെടുന്നു. ഏകദേശം C1നും C2നും ഇടയിലുള്ള ഒരു നേർരേഖയിൽ പോയിന്റുകൾ C1ഉം C2ഉം തമ്മിലുള്ള ദൂരം നിർണ്ണയിക്കാൻ ഒരു അളക്കുന്ന ടേപ്പ് ഉപയോഗിക്കുക. ഭൂമിയുടെ നിലവിലെ ഇലക്ട്രോഡിൽ നിന്നുള്ള C1 ദൂരത്തിന്റെ 61.8% സാധ്യതയുള്ള ഇലക്ട്രോഡ് P2 സ്ഥാപിക്കുക. C1, C2 എന്നീ ടെർമിനലുകൾ തമ്മിലുള്ള ദൂരം 10 അടി ആണെങ്കിൽ C1, P2 എന്നീ ടെർമിനലുകൾ തമ്മിലുള്ള ദൂരം 6 അടിയും 1 ഇഞ്ചും ആയി നിശ്ചയിക്കുക. സ്റ്റാർട്ട് അമർത്തി പ്രതിരോധ മൂല്യം വായിക്കുക. പരിശോധനയ്ക്ക് കീഴിലുള്ള ഗ്രൗണ്ട് ഇലക്ട്രോഡിന്റെ യഥാർത്ഥ മൂല്യമാണിത്. ഇലക്ട്രോഡ് C1ൽ നിന്ന് 10 അടി അകലെയുള്ള ഇലക്ട്രോഡ് P2 നീക്കി രണ്ടാമത്തെ അളവ് നടത്തുക. സാധ്യതയുള്ള ഇലക്ട്രോഡ് P2 10 അടി ഇലക്ട്രോഡ് C1ന് അടുത്തേക്ക് നീക്കി മൂന്നാമത്തെ അളവ് നടത്തുക. ഇലക്ട്രോഡ് പ്രതിരോധം കണക്കാക്കാൻ 3 അളവുകളുടെ ശരാശരി ഉപയോഗിക്കാം. നമുക്ക് 2 പോയിന്റ് രീതി ചർച്ച ചെയ്യാം. 2 പോയിന്റ് രീതിയെ ഡെഡ് എർത്ത് രീതി എന്നും വിളിക്കുന്നു. ദ്രുതപരിശോധനയ്ക്ക് 2 പോയിന്റ് രീതി ഏറ്റവും ഫലപ്രദമാണ്. ഗ്രൗണ്ട് വടി അല്ലെങ്കിൽ ഇലക്ട്രോഡ് ഡ്രൈവ് സാധ്യമല്ലാത്ത സ്ഥലങ്ങളിൽ ഈ രീതി ബാധകമാണ്. ഈ രീതിക്ക് ഒരേ 4 ടെർമിനൽ C1, C2, P1, P2 എർത്ത് ടെസ്റ്റർ എടുക്കുന്നു. ഈ രീതിയിൽ P1, C1 ടെർമിനലുകൾ പരീക്ഷിച്ച എർത്ത് ഇലക്ട്രോഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു.
അതേസമയം P2, C2 ടെർമിനലുകൾ ഒരുമിച്ച് മറ്റൊരു മെറ്റാലിക് ഗ്രൗണ്ടഡ് പോയിന്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഒരു വാട്ടർ പൈപ്പ് അല്ലെങ്കിൽ കെട്ടിട ഉരുക്ക് പോലെ. സ്റ്റാർട്ട് അമർത്തി എർത്ത് ടെസ്റ്ററിൽ നിന്നുള്ള പ്രതിരോധത്തിന്റെ മൂല്യം വായിക്കുക. കൃത്യമായ വായന ലഭിക്കുന്നത് എർത്ത് ഇലക്ട്രോഡ് അതിന്റെ സ്വാധീന മണ്ഡലത്തിന് പുറത്തുള്ള ദ്വിതീയ ഗ്രൗണ്ടിംഗ് പോയിന്റിൽ നിന്ന് വളരെ അകലെ സ്ഥാപിക്കണം. ഡെഡ് എർത്ത് രീതിയേക്കാൾ പോയിന്റ് രീതി കൂടുതൽ കൃത്യമാണ്. ഇത് ഗ്രൗണ്ട് റെസിസ്റ്ററിൽ ഒരു വായന നേടുന്നതിനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ്. ഭൂമിയുടെ പ്രതിരോധം കുറയ്ക്കാൻ എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കേണ്ടത്? എർത്തിംഗ് വടിയുടെ വ്യാസം കൂട്ടുക. എർത്തിംഗ് വടിയുടെ നീളം കൂട്ടുക. ഒറ്റ എർത്തിംഗ് റോഡുകൾക്ക് പകരം ഒന്നിലധികം തണ്ടുകൾ ഉപയോഗിക്കുക. രാസസംയുക്തങ്ങൾ ചേർത്ത് മണ്ണിന്റെ പ്രതിരോധശേഷി കുറയ്ക്കുക. എർത്തിംഗ് പോയിന്റിൽ വെള്ളമൊഴിച്ച്, പ്രത്യേകിച്ച് വേനൽക്കാലത്ത്. ഉപ്പും കരിയും 1:5 എന്ന അനുപാതത്തിൽ ഒഴിച്ച്. നെറ്റുകളും ബോൾട്ടുകളും സോൾഡറിംഗ് അല്ലെങ്കിൽ വെൽഡിംഗ്. ഈ വീഡിയോ കണ്ടതിനു ശേഷം നിങ്ങൾക്ക് ഒരു എർത്ത് ടെസ്റ്റർ ഉപയോഗിച്ച് ഭൂമിയുടെ പ്രതിരോധം അളക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടതിന് നന്ദി. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.